ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ഒരാൾ സലാം പറഞ്ഞാൽ ആ ആയത്ത് കഴിഞ്ഞാണോ അതോ ഉടനെയാണോ സലാം വീട്ടേണ്ടത്? രണ്ട് രൂപത്തിലും ആവാം. ഇടക്ക് വെച്ച് സലാം വീട്ടിയ പിന്നെ സലാം വീട്ടിയാൽ ആ ആയത്ത് പിന്നെ തുടക്കം മുതൽ ഓതേണ്ടതുണ്ടോ? ഇല്ല. സാധാരണ വഖഫില്ലാത്തിടത്ത് നിർത്തുമ്പോൾ രണ്ട് പദങ്ങൾ മുമ്പിൽ നിന്ന് ഓതുന്നത് പോലെ രണ്ട് പദങ്ങൾ മുമ്പിൽ നിന്ന് ഓതിത്തുടങ്ങിയാൽ മതി. ആയത്ത് തീരുന്നത് വരെ കാത്തു നിൽക്കുകയും ചെയ്യാം, സലാം പറഞ്ഞ ഉടനെ മടക്കുകയും ചെയ്യാം. സക്കാത്തിൻ്റെ അവകാശികളിൽ ഫീ സബീലുള്ള ഒന്ന് വിശദീകരിക്കാമോ? അറബിക് കോളേജ് യത്തീംഖാനക്ക് കൊടുക്കാമോ? അൽമനാർ ഖുർആനി സ്കൂള് ബിൽഡിംഗ് പണി ഓർ സ്ഥലം വാങ്ങാൻ നൽകാമോ? സദഖത്തുൻ ജാരിയ ആകുമോ? ഇതിപ്പോ ഈ പണ്ടൊരാൾ പലിശക്കെതിരെ വയലു പറഞ്ഞല്ലോ. പലിശ തിന്നാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ വയലു പറഞ്ഞു. എല്ലാവരും ഇതിൽ ബേജാറായിപ്പോയി. വയലിൽ കഴിഞ്ഞിട്ട് മൗലിയർക്ക് ഭക്ഷണത്തിന് പോയത് ഒരു ആജിരാക്കാൻ്റെ പെരയിലാണ്. ആജിരാക്ക നാട്ടിലെ പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാണ്, വലിയ പലിശ കച്ചവടക്കാരനുമാണ്. അപ്പോൾ ആജിരാക്ക പറഞ്ഞല്ലോ, എനിക്ക് 2-3 മക്കൾ ദുബൈയിലാണ്, ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. കുട്ടികളെ അയച്ചിരുന്ന പൈസ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും, ഓലത് തരുമ്പോൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ ഏറെ കുറച്ച് തരും. അതിപ്പോ പിന്നെ പലിശയാണോ, വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തേ പിന്നെ നേരത്തെ പറഞ്ഞു എന്ന് ചോദിക്കും. പറ്റൂല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ എനിക്ക് ഇവിടെ പണിയില്ല എന്നും പറയും. എന്നൊരവസ്ഥയിലാണ് ഞാനുള്ളത്. അപ്പം ഞാൻ ആ മൊയ്ലിയുടെ മറുപടി തന്നെ ഞാനിപ്പോൾ പറയും. അതായത് ഇനിയിപ്പോൾ പറ്റൂല എന്നും പറയാൻ വയ്യ, പറ്റുമെന്നും പറയാൻ വയ്യ. ഇപ്പം മൊയ്ലിയർ ഇങ്ങനെ നോക്കുമ്പോൾ ചോറിന് കൂട്ടാൻ വെച്ചെടുത്ത് നല്ല നാരങ്ങച്ചാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ നാരങ്ങച്ചാർ ഇങ്ങനെ എടുത്ത് വായിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിയിട്ട് പറഞ്ഞില്ല, തെറ്റില്ല എന്ന്. എന്ത് തെറ്റില്ല? ഇയാൾക്ക് എന്തേ മനസ്സിലായി? അത് വാങ്ങിട്ട് തെറ്റില്ലാതായി. മൂപ്പർ അതൊട്ട് പറഞ്ഞിട്ടില്ല. എന്നതുപോലെ സക്കാത്തിൻ്റെ അവകാശികളിലെ ഫീസബീല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖുർആൻ അവതരിക്കുന്ന കാലത്തെ അതിൻ്റെ അർത്ഥം യുദ്ധ ഫണ്ട് എന്നാണ്. സൈന്യത്തിന് ഭക്ഷണം, അവരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷണം, സൈന്യത്തിന് ആയുധങ്ങൾ, സൈന്യത്തിന് പടച്ചട്ട, ഇതിനൊക്കെയുള്ള ഫണ്ടാണ് ഖുർആൻ അവതരിക്കുന്ന കാലത്തും ഖുലഫാ റാഷിദുകളുടെ കാലത്തും ഫീ സബീല് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേറൊരർത്ഥവും ഇല്ല. ഇന്ന് പക്ഷേ ഇങ്ങനെ ഒരു ഫണ്ടിങ്ങിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഫീ സബീലിൽ പെടുന്നതാണ് പള്ളി, മദ്രസ, ദഅ്വാ പ്രവർത്തനങ്ങൾ. അതൊക്കെ അത് ഫീ സബീൽ തന്നെയാണല്ലോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൻ്റെ വിജയത്തിന് വേണ്ടി ചിലവഴിക്കുക എന്നാണ്. ഇത് ഞാനിങ്ങനെ ഒന്നിച്ച് പറഞ്ഞാൽ നേരത്തെ മൊയ്ലിയർ പലിശ കുടുങ്ങിയതുപോലെ പള്ളി കമ്മിറ്റിക്കാർ അതൊരു വകുപ്പാക്കി എടുക്കും. 10 ലക്ഷം ഉറുപ്പ്യ സക്കാത്ത് കിട്ടിയാൽ എന്നാൽ പിന്നെ 1.25 ലക്ഷം ഫീ സബീൽ മിസ്കാത്തി പറഞ്ഞിരിക്കണമെന്ന് പറയും. അങ്ങനെ ഒരു ചാൻസ് അതിലില്ല. അള്ളാൻ്റെ ഭവനം നടത്തേണ്ടത് സക്കാത്തിൻ്റെ പൈസ കൊണ്ടല്ല, നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കിയിട്ടാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് എന്ന് മാത്രം. അതല്ലാതെ ഈ പറഞ്ഞ സംവിധാനങ്ങൾക്ക് അത് കൊടുക്കുക എന്നത് ഉത്തമമായതല്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. ഇനിയിപ്പോൾ ഞാൻ എന്തിനിപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വലിയ 2 റെസീറ്റ് ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനറിയോ? എൻ്റെ അറബിക് കോളേജിൻ്റെ കളക്ഷൻ. സംഗതി അത് പോയി
കഴിഞ്ഞ മാസത്തെ ശമ്പളം എനിക്ക് കിട്ടിയത് ഇന്നലെയാണ്. അത്രയും ദാരിദ്ര്യത്തിലാണ് എൻ്റെ കോളേജ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കളക്ഷൻ എടുക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ അതിന് പ്രത്യേകം ഒരു ഫണ്ട് കണക്കൂട്ടി വരുമ്പോഴാണെന്ന് ഞാനത് കളക്ട് ചെയ്യണില്ല. അത് താന്ന് സന്ദർഭം കിട്ടിയത് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഞാൻ ഫീസ് ബില്ല് അതും ആവാമെന്ന് പറഞ്ഞാൽ മൂപ്പർ അതിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാന്ന് നിങ്ങൾ വിചാരിക്കും. ഫീസ് ബില്ല് അത് പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ അത് പാടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ ചോദിക്കും. ആ ഒരു ദുരിതമാണ് അതിലുള്ളത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ അൽമനാറായാലും മറ്റ് സ്ഥാപനങ്ങളായാലും അതിനൊക്കെയും ഉപയോഗിക്കേണ്ടത് നമ്മളുടെ വ്യക്തിപരമായ സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പുണ്യം. ഈ മേഖല നിർബന്ധിതാവസ്ഥയിൽ നമുക്ക് മാറ്റിവെക്കാം എന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? സദഖത്തുൻ ജാരിയ ആവില്ല. നേരത്തെ ചോദ്യത്തിൻ്റെ ബാക്കി അതാണ്. സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഇത്തരം സംവിധാനങ്ങൾക്ക് കൊടുത്താൽ അത് സ്വതക്കത്തുൻ ജാരിയ ആവുമോ? ഇല്ല. കാരണം സ്വതക്കയാവേണ്ടത് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. ഇതിൻ്റെ നിലപാട് തന്നെ ഇത് നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെ പൈസയാണ്, പാവപ്പെട്ടവൻ്റെ അവകാശപ്പെട്ട സംഗതിയാണ്. അപ്പം അതുകൊണ്ട് അത് സ്വതക്കയാവില്ല. ഇനി അടുത്ത ചോദ്യം അത് തന്നെയാണ്. സദഖത്തുൻ ജാരിയ പള്ളി മദ്രസ സ്ഥലം വാങ്ങാൻ കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ? അല്ല. പള്ളി നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികൾക്കും കൊടുത്താൽ അത് പൊളിച്ച് പുതിയതുണ്ടാക്കുമ്പോൾ ആദ്യത്തെ ആളുടെ സ്വതക്കത്തുൻ ജാരിയ നഷ്ടപ്പെടില്ലേ? അങ്ങനെ വന്നാൽ എല്ലാത്തിൻ്റെയും നഷ്ടപ്പെടൂലേ? ഇപ്പം മദ്രസക്കൊരു കെട്ടിടം ഉണ്ടാക്കാൻ കൊടുത്ത് മദ്രസ പൊളിച്ച് മാറ്റുമ്പോൾ നമ്മുടെ സ്വതക്ക പൊളിച്ച് മാറ്റപ്പെടുന്നില്ല, ആ ബിൽഡിങ്ങേ പൊളിച്ച് മാറ്റപ്പെടുന്നുള്ളൂ. അങ്ങനെ ചിലപ്പോൾ വാപ്പുണ്ടാക്കിയ വീട് നമ്മൾ പൊളിച്ച് മാറ്റിയാൽ വാപ്പയുടെ അധ്വാനം നഷ്ടപ്പെടുന്നില്ല, നമ്മൾ അതൊന്നുകൂടി മെച്ചപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുത്തത് നമ്മൾക്ക് പരലോകത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ്. അത് പിന്നീട് വരുന്ന ആളുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഈ പായ പള്ളിയിലെ നിസ്കരിക്കാനിടുന്ന പായ ആരോ ഒരാൾ സ്പോൺസർ ചെയ്താണ്. ഇതിന് പകരം ഇതിന് മുകളിൽ വേറൊരു പായ വന്നാൽ പഴയ ആളുടെ കൂലി പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം? ഇല്ല. കാരണം അന്ന് അതായിരുന്നു ഇവിടെ ഏറ്റവും വേണ്ടപ്പെട്ടത്. പിന്നീട് അത് നുരുമ്പിപ്പോയി, അത് മാറ്റേണ്ടി വന്നു എന്നതുകൊണ്ട് ആ കൊടുത്ത ആളുടെ പ്രതിഫലത്തിന് ഒരു കുറവും വരികയില്ല. ഇത് പള്ളി മദ്രസ മാത്രമല്ല, ഒരു കിണർ കുഴിക്കുക പൊതു ആവശ്യത്തിന്, അത് സ്വതക്കത്തുൻ ജാരിയയാണ്. ഒരു മറ്റെന്തെങ്കിലും ഒരു മരം വെച്ച് പൂ പിടിപ്പിക്കുന്നത് പോലും സ്വതക്കത്തുൻ ജാരിയയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഒരിക്കൽ ചെയ്യുകയും പ്രതിഫലം ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അതിന് ജാരിയ എന്ന് പറയുന്നത്. അതിന് പകരം വെക്കുമ്പോൾ അത് പഴയ ആളുടേത് ഇല്ലാതാവുകയില്ല, അയാളുടെ പ്രതിഫലം അല്ലാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെട്ടു. യാത്രക്കാരൻ മഗ്രിബ് നമസ്കരിക്കാൻ ഒരു പള്ളിയിലെത്തിയപ്പോൾ അവിടെ ഇശാ ജമാഅത്ത് നടക്കുന്നു. അതിൽ കൂടിയാൽ എങ്ങനെ മഗ്രിബ് പൂർത്തിയാക്കണം? അയാൾ അതിൽ കൂടേണ്ടതില്ലല്ലോ. യാത്രക്കാരന് ജമാഅത്ത് നമസ്കാരം ഫർളല്ല. യാത്രക്കാരനും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ബാധ്യതയില്ല. യാത്രക്കാരാണെങ്കിൽ അവർക്ക് സ്വന്തമായി മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിക്കാവുന്നതാണ് എന്നല്ലാതെ യാത്രക്കാരന് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കൽ, ആ നാട്ടിൽ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കൽ അയാൾക്ക് ബാധ്യതയില്ല. അതുകൊണ്ട് എന്നാൽ ളുഹുറും അസുറും ഒക്കെ ആണെങ്കിൽ അയാൾ പങ്കെടുക്കുന്നത് കൊണ്ട് അയാൾക്ക് കുഴപ്പമില്ല. മഗ്രിബ് ഇശാവും പറ്റില്ല. കാരണം മഗ്രിബിന്റെ ഒന്നാമത്തെ റക്അത്തും ഇശാഇന്റെ ഒന്നാമത്തെ റക്അത്തിൽ പോയി ചെന്നാൽ ഇയാളെ 3 റക്അത്ത് കഴിഞ്ഞാൽ ഇമാം എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുമെന്നാണ് ഈ ചോദ്യം. അതെവിടെയാണെങ്കിലും മഗ്രിബും ഇശാവും കൂടിച്ചേർന്ന് നമസ്കരിക്കുമ്പോൾ കൂടിച്ചേർക്കുന്ന യാത്രക്കാരന് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് യാത്രക്കാരന് ജമാഅത്ത് പങ്കെടുക്കൽ നിർബന്ധമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ജമാഅത്ത് നമസ്കാരത്തിന്റെ ഫർളുകളിൽ, ഷർത്തുകളിൽ ഒന്ന് മുതാബഅത്തുൽ ഇമാം എന്നാണ്. ഇമാം ചെയ്യുന്നതെന്തോ അതിനെ പിന്തുടരൽ മഅ്മൂമിനും എന്ന നിർബന്ധമാണ്. ഇമാം ചെയ്യുന്നത്
മഅ്മൂം ചെയ്യൽ നിർബന്ധമാണ്. രണ്ട് കർമ്മങ്ങളിൽ തുടർച്ചയായി ഇമാമിനെ പിന്തുടരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ജമാഅത്ത് കിട്ടുകയില്ല എന്നതിൽ കർമ്മശാസ്ത്രകാരന്മാർക്ക് എതിരഭിപ്രായമില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ മഗ്രിബ് ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഇശാഇന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഒരു നിവൃത്തിയുമില്ല, അതിന് സാധിക്കുകയുമില്ല. ഉദാഹരണം, അവസാനത്തെ അത്തഹിയാത്തിൽ വന്നു ചേരുന്ന ഒരു മഅ്മൂം ഇമാമിന് ആദ്യത്തെ റക്അത്തിൽ പറ്റിയ ഒരു മറവിയുടെ പേരിൽ ഇമാം സുജൂദ് ചെയ്യുമ്പോൾ ഈ അവസാനത്തെ റക്അത്തിൽ വന്നു ചേർന്ന അത്തഹിയാത്തിൽ വന്നു ചേർന്ന മഅ്മൂം എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണോ വേണ്ടേ? ചെയ്യണം. എന്തിനാന്ന് വെച്ചിട്ടായിട്ട് സുജൂദ് ചെയ്യണത് അറിയില്ല. ഇവിടെ എന്ത് നടന്നു എന്ന് അയാൾക്ക് അറിയില്ല. അയാളുടെ ഇപ്പോഴത്തെ ബാധ്യത എന്താ? ഇമാമിനെ പിന്തുടരുക എന്നതാണ്. അത്രമാത്രമാണ് ജമാഅത്ത് നമസ്കാരത്തിൽ മഅ്മൂമിന്റെ ബാധ്യത എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ ഒറ്റയ്ക്ക് തിരിഞ്ഞ് നിന്ന് നിസ്കരിച്ചോട്ടെ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും ശരി. ഇതൊക്കെയാണ് ഒന്നാമത്തെ റക്അത്തിൽ കൂടിയാൽ, രണ്ടാമത്തെ റക്അത്തിൽ കൂടിയാൽ, മൂന്നാമത്തെ റക്അത്തിൽ കൂടിയാൽ, ഏത് റക്അത്തിൽ കൂടിയാലും മഗ്രിബിന്റെ ജമാഅത്തിൽ ഇശാ നമസ്കരിക്കുന്ന ആളുടെ കൂടെ മഗ്രിബിന്റെ ജമാഅത്തിൽ കൂടുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും. അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ പുതിയ കാല പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, 3 റക്അത്ത് നിസ്കരിച്ചിട്ട് അയാൾ അവിടെ ഇരുന്നോട്ടെ, സലാം വീട്ടാറ് ഇമാമ് 4ാമത്തെ റക്അത്തും കഴിഞ്ഞ് അത്തഹിയാത്തിൽ ഇരുന്ന് സലാം വീട്ടുമ്പോൾ ഇതിന്റെ കൂടെ സലാം വീട്ടിയാൽ മതി എന്ന് പുതിയ കാല പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിന് കിതാബിന്റെ പിൻബലം ഇല്ല, ഞാനൊട്ട് മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ വിൽക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? നമുക്ക് അല്ലാഹു ഉപയോഗിക്കാൻ നൽകിയ ഒരു വസ്തു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും എന്നതിൽ തർക്കമൊന്നുമില്ല ആർക്കും. എനിക്ക് അല്ലാഹു ഉപയോഗിക്കാൻ നൽകിയ എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറയേണ്ടി വരും. ഞാനത് നന്മയിൽ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടും, തിന്മയിൽ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ ശിക്ഷയും എനിക്ക് കിട്ടും. അതെൻ്റെ ജീവിതകാലത്തും കിട്ടും, മരണശേഷവും കിട്ടും. അപ്പൊ ഇത് ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ അവയവങ്ങൾ കൊടുക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൊടുക്കണത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവയവദാനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവയവദാനത്തെ ഇസ്ലാം ഹറാമായി കണ്ടിട്ടുമില്ല. രണ്ടും പറയണം. അവയവദാനം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയോ ഹറാമായി കാണുകയോ ചെയ്തിട്ടില്ല. ഇതിലെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ ഇതൊരു പുതിയ പ്രശ്നമാണ് എന്നതുകൊണ്ട് ഖുർആനിലും ഹദീസിലും ഇതിന് അനുകൂലമായോ പ്രതികൂലമായോ തെളിവുകൾ ഉണ്ടാവില്ല. പിൽക്കാല പണ്ഡിതന്മാർ ഈ പ്രശ്നം വന്നപ്പോൾ ഇത് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ വിഷയത്തിലുണ്ടാവുക. അതിന് ചില മൂല്യങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങൾ ഉണ്ടാകും. ആ അടിസ്ഥാന പ്രമാണങ്ങളാണ് എൻ്റെ കണ്ണ് എനിക്ക് ഉപയോഗിക്കാൻ തന്നതാണ്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്ത് കണ്ടാലും ഒന്നുകിൽ അതിൻ്റെ ശിക്ഷയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമോ എനിക്കുണ്ടാകും. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ കണ്ണ് വേറെ ഒരാൾക്ക് ഉപയോഗിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുന്നു, അയാളുടെ സൗകര്യത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. സ്വാഭാവികമായും അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഹറാമാണെന്നും പറഞ്ഞിട്ടില്ല, അതൊരു സുന്നത്താണ് എന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അതിന് കിട്ടുന്ന മറുപടി അത് ഉത്തരവാദിത്തം അവനവനെ ഏറ്റെടുക്കുക, എന്നിട്ട് ഇഷ്ടം പോലെ അവനവൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നാൽ രക്തദാനം ഇങ്ങനെയല്ല. രക്തം ഒരവയവമല്ല എന്നതിനാലും അത് ജീവൻ നിലനിർത്തുവാനുള്ളതാണ് എന്നതിനാലും മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുക എന്നത് ഇസ്ലാം അങ്ങേയറ്റം പുണ്യമായി കണ്ട ഒരു പ്രവർത്തനമായതിനാലും രക്തദാനം പുണ്യമാണ്, സുന്നത്താണ്, അനുവദനീയമാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഒരാൾക്ക് സ്വന്തം മറ്റൊരാളുടെ രക്തം കൊണ്ട് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതും രക്തം നൽകുന്നത് ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയാണ്. കണ്ണോ മറ്റവയവങ്ങളോ നൽകുന്നത് ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയല്ല എന്നതിനാൽ അതിന് രണ്ടിനെയും ഒരുപോലെ കാണാവതല്ല. എന്താണ് ലൗഹുൽ മഹ്ഫൂദ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ 3 തരം ഗ്രന്ഥങ്ങളുണ്ട് എന്ന് കാണാം. ഒന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളും,
എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും മാസ്റ്റർ കോപ്പി, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ ഉൾപ്പെടെ മൂസാ നബിക്ക് അവതരിച്ച സുഹ്ഫി ഇബ്രാഹിം എന്ന് പറയും മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഏടുകൾ ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയ എല്ലാ വേദഗ്രന്ഥങ്ങളും ഒരുമിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പലകയാണ്, ഒരു എന്താന്ന് പറയാം, കോപ്പിയാണ്, ഒരു മാസ്റ്റർ കോപ്പിയാണ് ലൗഹുൽ മഹ്ഫൂദ്. എല്ലാം സംരക്ഷിക്കപ്പെട്ടത് എന്നതാണ്. മറ്റൊന്ന് സ്വഹീഫത്തുൽ അഅ്മാൽ എന്നാ പറയുക, ഓരോ മനുഷ്യരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ പിന്നെ വേറൊരു ഗ്രന്ഥമുള്ളത് ലോകവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന മറ്റൊരു കിതാബ്. ഇങ്ങനെ 3 കിതാബുകളാണുള്ളത്. ഇത് ലൗഹുൽ മഹ്ഫൂദ് വേദഗ്രന്ഥം. വൈന്നഹു ലഫീ ഉമ്മിൽ കിതാബി എന്ന് പറയുന്നു, ഉമ്മുൽ കിതാബ് എന്ന് പറയും, ഫീ ലൗഹിൽ മഹ്ഫൂദ് എന്ന് പറയും. ഇതൊക്കെയും വേദഗ്രന്ഥങ്ങളുടെ മാസ്റ്റർ കോപ്പിയാണ്. മതിയല്ലോ അല്ലേ? സംശയം തോന്നുന്നുണ്ടാവുമല്ലോ അല്ലേ? ആ, അത് ലൗഹുൽ മഹ്ഫൂദായിട്ട് ബന്ധമില്ലല്ലോ. ലൗഹുൽ മഹ്ഫൂദിന്റെ ചോദ്യത്തിൽ അതില്ല. അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ വിശദാംശങ്ങളും ആശയപ്രപഞ്ചവും എഴുതാൻ ലോകത്തെ മരങ്ങളോ ലോകത്തുള്ള ജലമോ പോരാ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ലൗഹുൽ മഹ്ഫൂദായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടത്തെ സുന്നി വിഭാഗങ്ങൾ, ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളെ പുത്തൻവാദികൾ എന്ന് പറയാറുണ്ട്. ശരിക്കും ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോരുന്നത് അവരല്ലേ? അപ്പൊ അവരല്ലേ പുത്തൻവാദികൾ? അതിപ്പോ എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്, അത് അവരോടല്ലേ. ഇത് നിങ്ങളെന്തിനാ ഞങ്ങളെ പുത്തൻവാദികൾ നോക്കിയിട്ട് ഞങ്ങളിപ്പോൾ എന്തേ പുതുതായിട്ട് വാദിച്ചു എന്ന് അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഞാൻ ഏതായാലും ഒരു പുത്തൻവാദത്തിനും ഇല്ല. ഞാൻ ഖുർആനിലും സുന്നത്തിലുമുള്ള വാദങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നീ അത് വാദിക്കണതിൻ്റെ പേരിലാണെങ്കിൽ നിങ്ങൾ എന്നെ പുത്തൻവാദി എന്ന് വിളിക്കണമെങ്കിൽ സാറൽ മുഹിബ്ബു ബി അന്നനി വഹാബി എന്ന് പറയണ്ടായി. അത് നിങ്ങൾ വിളിച്ചോളിയും, എനിക്കിഷ്ടമാണ് എന്നർത്ഥം. അപ്പൊ പുത്തൻവാദം എന്ന് പറയുന്നതിൻ്റെ 2 അർത്ഥത്തിലാണ്. ഇവിടെ കേരളത്തിൽ ഇവരിത് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാരെ പുത്തൻവാദികൾ എന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ മുജാഹിദ് മസ്സാന്റെ പുത്തൻവാദികൾ എന്ന് കാക്ക കാരണവന്മാരായി അവർ കൊണ്ടു നടന്നിരുന്നത് പലതും ഇസ്ലാമല്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ്. കാക്ക കാരണവന്മാരായി അവർ കൊണ്ടു നടക്കുന്നത് പലതും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോ സംസ്കാരമോ അല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ് പുത്തൻവാദം എന്നാണ്. അതല്ലാണ്ട് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പുത്തൻവാദമാണ്. അവർക്ക് അഭിപ്രായമില്ല. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതിൽ അവർക്ക് പുത്തൻവാദം കാണാനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നതിലും പുത്തൻവാദം ഉണ്ട് എന്ന് അവർക്ക് അഭിപ്രായമില്ല. പിൽക്കാലത്തുണ്ടായ കർമ്മങ്ങളെല്ലാം ബിദ്അത്തുകളാണ് എന്നതിലും അവർക്ക് പുത്തൻവാദം ഇല്ല. പുത്തൻവാദം നമ്മളുണ്ടാക്കിയത് നിങ്ങളിപ്പോ ചെയ്യണതൊന്നും കിതാബിലും സുന്നത്തിലും ഇല്ലാത്തതാണ് എന്ന് നമ്മൾ അവരോട് പറഞ്ഞു. അതിന് ഏത് ഇങ്ങനൊരു ചോദ്യോത്തര സെഷനോ? ചോദ്യോത്തര സെഷൻ ഉണ്ടായിരുന്നു എന്നാണ് അതോ? ഇത് നമ്മളെ ഒന്നുമല്ല, പുത്തൻവാദി എന്ന് വിളിക്കുന്നത് നമ്മളെ ഒന്നുമല്ല. സാക്ഷാൽ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് മുഹയ്യിദ്ദീൻ എന്ന് പേര് വരാൻ കാരണം എന്താ? അത് മുഹയ്യിദ്ദീൻ അദ്ദേഹത്തിന്റെ പേരല്ല, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാ. അദ്ദേഹത്തിന് മുഹയ്യിദ്ദീന് പേര് വരാൻ കാരണം എന്താ? പുത്തൻവാദി ആയതുകൊണ്ടാ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി തുടങ്ങുന്നത് 1950-ലാണ്. ഒരു സംഘടന എന്ന രൂപത്തിൽ ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇതിന്റെ പണ്ഡിത സംഘടന രൂപപ്പെട്ടു വരുന്നത് 1921-ലാണ്. അതിനു മുമ്പേ 1919 ഇതിന് നിഷ്പക്ഷ സംഘം എന്ന് പറഞ്ഞിട്ടൊരു മുൻഗാമി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 1918 ഇതിന് മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ ടീമുണ്ടായിരുന്നു പ്രവർത്തിക്കാൻ.
മുസ്ലിം ഐക്യസംഘം ഉണ്ടാവുന്നതിൻ്റെ മുമ്പേ ഷെയ്ഖ് മായിൻ ഹമദാനി തങ്ങള്, ഷെയ്ഖ് സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ മുതലായ വ്യക്തികൾ സ്വതന്ത്രമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് തൗഹീദും സുന്നത്തും പറഞ്ഞ് നടക്കുന്ന കാലമുണ്ടായിരുന്നു. അതിനുമപ്പുറം വക്കം അബ്ദുൽ ഖാദർ മൗലവി, നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ രാമകൃഷ്ണപിള്ളയുടെ മൊലാളി വക്കം അബ്ദുൽ ഖാദർ മൗലവിയിലൂടെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ തൗഹീദും സുന്നത്തും പ്രചരിപ്പിക്കുന്ന സമ്പ്രദായം ഇവിടെ ശ്രീധര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അറബി അധ്യാപനം സ്കൂളുകളിൽ നടത്തിയാൽ മാത്രമേ സ്കൂളിൽ കുട്ടികൾ മുസ്ലിം കുട്ടികളെ ചേരുകയുള്ളൂ എന്ന ആദ്യത്തെ വാദം ഉയർത്തുന്നതും ശ്രീധരനാൾ ബാലരാമവർമ്മയെ കൊണ്ട് തിരുവിതാംകൂർ സ്കൂളിൽ അറബി അധ്യാപനം തുടങ്ങുന്നതും. അന്നേ അദ്ദേഹം ആ കാലത്ത് തന്നെ തൗഹീദ് സുന്നത്തുമാണ് മുറുകെ പിടിച്ച് ജീവിച്ചിരുന്നത്. ഇതിൽ സംഘടനാ രൂപം വന്നത് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എന്ന് മാത്രം. അന്നു മുതലേ നമ്മുടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇതിന്റെ നേതൃത്വത്തിലുള്ള ആളായിരുന്നു. ഇതിന് ഒറ്റയ്ക്ക് തൗഹീദ് പ്രചരിപ്പിച്ചിരുന്ന ആളായിരുന്നു. ഈ മൊയ്തു മൗലവി 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. മരണപ്പെട്ടിട്ട് ഇപ്പോൾ 10-20 വർഷത്തിന് മുകളിലായി. അദ്ദേഹം തൗഹീദി പ്രചരണ വേദിയിൽ അന്നുണ്ടായിരുന്നു. KM മൗലവി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് പള്ളി ദർസിൽ നിന്ന് തൗഹീദ് ഉൾക്കൊണ്ടവനാണ്. ഉമർ മൗലവി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് 19ാമത്തെ വയസ്സിൽ തൗഹീദ് ഉൾക്കൊണ്ടവനാണ്. അപ്പൊ ഇതിന് സംഘടനാ രൂപം കൈവന്നത് മാത്രമാണ് പിന്നീടുണ്ടായത്. ഈ വിളി കേരളത്തിൽ ആദ്യം അനുഭവിക്കേണ്ടി വന്നത് സയ്യിദ് സനാഉള്ള മക്തി തങ്ങളാണ്. അദ്ദേഹം വഹാബീനോ പുത്തംവാദിയിൽ നിന്നല്ല, അദ്ദേഹത്തിനോട് കാഫിർ എന്നാണ് വിളിച്ചത്. അദ്ദേഹം കാഫിറാണെന്ന് കേരളത്തിലെ 40 പണ്ഡിതന്മാർ എഴുതി ഒപ്പിട്ട ഫത്വ കേരളമാകമാനം പ്രചരിപ്പിക്കുകയും കോപ്പിയെടുത്ത് പള്ളിയിലച്ചന്മാർക്ക് വരെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മുൻകാല പണ്ഡിതന്മാർ. മക്തി മനക്ലേശം എന്നൊക്കെ പറയുന്ന, നബി നാണയം എന്നൊക്കെ പറയുന്ന മക്തി തങ്ങളുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അതിൽ കാണുന്ന ഒരു സംഗതി, ക്രൈസ്തവ പുരോഹിതന്മാരുമായി ഒരു സംവാദത്തിന് അവർ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ആരും ഏറ്റെടുക്കുന്നില്ല. എറണാകുളത്ത് കിടക്കുന്ന മക്തി തങ്ങൾ കണ്ണൂർ വന്ന സംവാദം വാദപ്രതിവാദം ഏറ്റെടുക്കുന്നു. വാദപ്രതിവാദ വേദിയിലേക്ക്, വെല്ലുവിളിച്ച വേദിയിലേക്ക് മക്തി തങ്ങൾ കയറി ചെല്ലുമ്പോൾ അച്ഛന്മാർ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഇപ്പൊ ഞാൻ സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ. പള്ളിയിലച്ചന്മാർ പറയുന്നു, ഞങ്ങൾ നിങ്ങളോടല്ല വാദപ്രതിവാദം, ഞങ്ങൾ മുസ്ലിങ്ങളോടാണ്. ഇതറിയത് ഞങ്ങൾ മുസ്ലിങ്ങളോടാണ്. ഞാൻ മുസ്ലിമാണ്. അല്ല, നിങ്ങൾ മുസ്ലിം അല്ലാതെ ഫത്വ 40 നിങ്ങളെ പണ്ഡിതന്മാർ എഴുതിയ ഫത്വ അതാ നമ്മളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞവർ ഉയർത്തി കാണിച്ചു കൊടുത്ത കാലം നിങ്ങൾ ഞാനൊക്കെ ജനിക്കണതിന് മുമ്പേ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്തി ഞാനൊക്കെ കാണിച്ചാൽ ബോധം കെട്ടു വീഴും, ജാതിന് മാനക്കേടുണ്ടോ. പക്ഷെ മക്തി തങ്ങൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി ആ സദസ്സിലേക്ക് നോക്കിയിട്ട് ജനങ്ങളെ കേട്ടോടി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത്തരമുള്ള ഒരാൾക്ക് മുസ്ലിം ആവാൻ പണി, നീ നിന്നോളി എന്ന് പറഞ്ഞു മൂപ്പര്. അതുവരെ അവരിവിടെ കളിച്ചിട്ടുണ്ട്. നിങ്ങളും ഞാനും ചെക്കർക്കാരും കുട്ടികളും മാത്രം കേൾക്കണതല്ല ഈ വഹാബി വിളിയും ഈ പുത്തംവാദം വിളിയും. നമുക്കൊക്കെ ഇതൊരു സംഘടനാ ശക്തി കൊണ്ട് നെവർ മൈൻഡാക്കി കാണാം. വ്യക്തിപരമായി ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇതിൻ്റെ പേരിൽ മഹല്ല് വിലക്കപ്പെട്ട, ബഹിഷ്കരിക്കപ്പെട്ട ഒരു ഹതഭാഗ്യൻ്റെ മോനാണ് ഞാൻ. മെയിൻ റോഡിൻ്റെ വക്കത്തുണ്ടായിരുന്ന എൻ്റെ വാപ്പ സ്ഥലവും പറമ്പും കിട്ടിയ വിലക്ക് വിറ്റ് അട്ടപ്പാടി മുക്കാലിയിലേക്ക്, ഇപ്പോഴത്തെ ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ ബാക്കിലേക്ക്, ഭവാനിപ്പുഴയുടെ താഴ്വപ്പിൻ്റെ കരയിലേക്ക് സ്ഥലം വിറ്റ് പോകേണ്ടി വന്നത് ഞാൻ മുജാഹിദായതിൻ്റെ പേരില്ല, എൻ്റെ വാപ്പ മുജാഹിദായതിൻ്റെ പേരിലല്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് കിട്ടിയ മെച്ചം എൻ്റെ വാപ്പയും കൂടെയാണ് മുജാഹിദായി കിട്ടിയിട്ടുള്ളതാണ്. വാപ്പയും കൂടെയാണ് മുജാഹിദായി കിട്ടി. ആര്? ഏത്? അതെന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ അത് അവരോട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾ തിന്ന് തുടങ്ങിയതാണ്, നിങ്ങൾ തിന്ന് മാലിക് ബിൻ ദീനാർ ഇതേറ്റ പറഞ്ഞിരുന്നു അവരോട് ചോദിക്കാം. അതാണല്ലോ ഇവിടുത്തെ ആദ്യത്തെ വരവ്. എനിക്ക് മുസ്ലിം ചരിത്രത്തെ കുറിച്ചിട്ട് എഴുതപ്പെട്ട കാലത്തിനപ്പുറത്ത് കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ജാഹിലിയത്തുണ്ട്. ഇത് AD 629 ഹിജറ 6ാം കൊല്ലത്തിലാണെന്ന് പറയുന്നു, 632 പറയുന്നു. AD മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു 12 ആളുകളും വന്നിവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചതിന്റെ കാലത്തിന് ശേഷം
ഒരു 250-300 കൊല്ലമെങ്കിലും കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാൻ ഒരു മാർഗമില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അന്വേഷിച്ചാൽ കിട്ടൂല. പിന്നെ എങ്ങനെ നമ്മൾ പറയാ? ആ കാലത്തിന് ശേഷം സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീനിലാണ് കേരള മുസ്ലിം ചരിത്രം പിന്നീട് അവതരിപ്പിക്കപ്പെടുന്നത്. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ഒരു അക്ബർ സ്വതക്ക എന്ന് പറഞ്ഞിട്ട് ഒരു കിളി പറയുന്ന എന്തൊക്കെയോ എഴുത്തച്ഛന്റെ രാമായണത്തിലെ പോലെ ഒരു കിളിയെ കൊണ്ട് എന്തൊക്കെയോ പറയിക്കുന്നതായി തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ഒരു ചർച്ച കാണാമെന്നല്ലാതെ മുസ്ലിം കൈരളിയുടെ ഒരുപാട് നൂറ്റാണ്ടുകളോളം നിൽക്കുന്ന ചരിത്രത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ഒരു കാലം ഇവിടെ വന്നുപോയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വലിയ പെങ്ങളെ സ്കൂൾ പറഞ്ഞയച്ചതിൻ്റെ പേരിൽ എൻ്റെ വാപ്പാനെ പള്ളി കമ്മിറ്റിയിൽ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ മുമ്പത്തെ കാലം എങ്ങനെയായിരിക്കും? എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, ഒരു പണിക്കും അറിയില്ല. അപ്പൊ ജയിക്കുവാജിക്കൊക്കെ അത് അറിയായിരിക്കും. ഇവിടുത്തെ ഒരു നിങ്ങളെ കുട്ടിക്കാലത്തെ കഥ അല്ലേ? അന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു കയറിയ ആൾക്കാരൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായി മാറി ഒരു എഴുത്തും വായനയും ഒന്നിനും ഒരു ബന്ധമില്ലായിരുന്ന ഒരു കാലം നമ്മളത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് കടന്നു വരുമ്പോൾ കാണുന്നത് ഇതൊക്കെയാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായാലും മാലിക് ബിൻ ദീനാറും മങ്കൂസ് മൗലൂദ് കൊണ്ടും റാത്തീബ് കൊണ്ടുമാണ് വന്നുവെന്ന് ഓർക്ക് ഏതായാലും പറയാൻ കഴിയില്ല. മൊയ്തി ശൈഖിന്റെ ആണ്ട് നേർച്ച കൊണ്ടാണ് മാലിക് ബിൻ ദീനാർ ഇവിടെ വന്നതെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ? മാലിക് ബിൻ ദീനാർ ഇവിടെ വന്നതിന് 450 കൊല്ലം കഴിഞ്ഞിട്ടാണ് മൊയ്തി ശൈഖ് ജനിക്കണത്. പുടിയോ? അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എവിടെയാണെന്ന് നമുക്കൊരു പിടുത്തമല്ലത്. റെയിൽവേ ട്രാക്ക് പോലെയാണ്, കൂട്ടിമുട്ടലില്ല, നേരെ വിട തന്നെയാണ്. എവിടെ അള്ളാഹു പോലും ഭാര്യ ഭർത്താക്കന്മാരുടെ ജനാസ പരസ്പരം കുളിപ്പിക്കാമോ എന്നല്ല, അവർ പരസ്പരമാണ് കുളിപ്പിക്കേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു അൻഹുവാണ് കുളിപ്പിച്ചത്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഭാര്യയാണ് കുളിപ്പിച്ചത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചത് പുരുഷന്മാരാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് ആ സങ്കടം പറയുന്നുണ്ട്. അവർക്കൊരിക്കൽ തലവേദനയായിരുന്നു. അപ്പൊ റസൂല് ബഖീ ഖബറിസ്ഥാനിൽ നിന്ന് വരുന്നു. റസൂലിനും തലവേദനയാണ്. അപ്പൊ സ്വന്തം തലവേദനയെ കുറിച്ചിട്ട് ആയിഷ ബീവി സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ളുറുക്കി, ആയിഷ നിനക്കൊരു പ്രയാസമില്ല. ലൗ മുത്തി ഖബലി, എനിക്ക് മുമ്പ് നീയാണ് മരിക്കുന്നത് എങ്കിൽ ലഗസ്സൽതുകി വകഫൻതുകി വസല്ലൈതു അലൈകി വദഫൻതുകി, ഞാൻ നിന്നെ കുളിപ്പിക്കും, ഞാൻ നിന്നെ കഫൻ ചെയ്യും, ഞാൻ നിനക്ക് മയ്യത്ത് നമസ്കരിക്കും, ഞാൻ തന്നെ നിന്നെ കബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യുമെന്ന് എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതെനിക്ക് അന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഭാര്യമാർ തന്നെ നബിയെ കുളിപ്പിക്കുമായിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തത് ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയെ ഭർത്താവിനെ ഭാര്യയ്ക്കും കുളിപ്പിക്കാം. അല്ല, അവരാണത് കുളിപ്പിക്കേണ്ടത്. ഓക്കെ. മയ്യിത്ത് നമസ്കാരത്തിൽ വൈകി എത്തിയാൽ തക്ബീർ ബാക്കി വന്നാൽ എന്ത് ചെയ്യുമോ ശേഷം ചെയ്താൽ മതി. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അതാണ് ചൊല്ലി തീർത്താൽ മതി. നമസ്കാരം പൂർത്തിയാക്കിയാൽ മതി. സുന്നി പള്ളികളിൽ ജുമഅക്ക് ശേഷം 7 ഫാത്തിഹ ഓതാറുണ്ട്. ഇത് ബിദ്അത്തോ സുന്നത്തോ? ബിദ്അത്ത് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതാനാണ്. നിസ്കാരത്തിന് ശേഷം ഫാത്തിഹ ഓതാൻ റസൂൽ പഠിപ്പിച്ചതായി തെളിവുകളില്ല. പിന്നെ തെളിവുള്ളത് എ പി പള്ളിക്ക് 3 ഉണ്ടായപ്പോൾ നമ്മൾ 10 എന്ന് പറഞ്ഞതാണ് തെളിവുള്ളത്. വേറെ കിതാബിലെ സുന്നത്തിലെയും തെളിവല്ല. എവിടുന്നാടാ ഈ സ്വലാത്ത്, ഇതെന്താടാ സ്വലാത്ത് എന്ന് ചോദിച്ച് ഇല്ലേ ശംസുൽ ഉലമ. ഇപ്പൊ പറഞ്ഞെന്താ, അപ്പുറത്തെ പള്ളിക്ക് 3 ഉണ്ട്, അപ്പൊ നമ്മൾ 10 ആക്കി എന്നാണ് പറഞ്ഞതെന്നാ പറഞ്ഞു. ആര് പറഞ്ഞ്? അമ്പലക്കടവ് പൈസ കുറച്ച്. അതിനുള്ളതിനൊക്കെ തെളിവ്, വേറെ തെളിവൊന്നുമില്ല. തെളിവുണ്ടെങ്കിൽ അത് നമ്മുടെ വാപ്പക്കാരനവന്മാരുടെ കാലത്ത് വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു, അവരൊക്കെ ഇത് അവതരിപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടപ്രാർത്ഥനകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുള്ളത്? ഈ കൂട്ടപ്രാർത്ഥന എന്നത് ശരിയല്ല, ഭാഷാപരമായി തന്നെ ശരിയല്ല. കൂട്ട ആമീൻ എന്ന് നിങ്ങൾ പറയണം. കാരണം
എല്ലാവരും കൂടി പറയുന്നത് അതിൽ ആമീൻ മാത്രല്ലേ. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ഭാഷാപരമായി തന്നെ സത്യത്തിന് നിരക്കാത്തതാണ് കൂട്ടപ്രാർത്ഥന എന്ന ആ പദം. നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ കൂട്ടപ്രസംഗം നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങള് സമ്മതിക്കോ? ഇല്ലല്ലോ. കൂട്ട കേൾവിയാണ് നടക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ അവിടെ കൂട്ട ആമീനാ നടക്കണത്. പ്രാർത്ഥന ഒരാളുടേതും ആമീൻ പറച്ചിൽ കൂട്ടമായും എപ്പോഴൊക്കെയാണ് നടത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയുണ്ട്. കൂട്ടപ്രാർത്ഥന എപ്പോഴൊക്കെ നടത്തിയെന്ന് ചോദിച്ചാൽ എപ്പോഴും കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അമ്മ ഒരുക്ക പ്രാർത്ഥിക്കും, അവനവന്റെ കാര്യത്തിന് വേണ്ടി എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും, കൂട്ടമായി പ്രാർത്ഥിക്കും. പലർക്കും പല ആവശ്യക്കാരും പറയാനുണ്ടാവുക. ഇത് ഒരൊറ്റ പ്രാർത്ഥനയാണ്, ആമീൻ കൂട്ടവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് പ്രഭാഷണങ്ങൾക്ക് ശേഷം മാത്രമാണ്. ഖുതുബയിലും മറ്റു പ്രഭാഷണങ്ങളുടെയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ജനങ്ങൾ ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു പ്രത്യേക അവസരം പ്രാർത്ഥനാ സദസ്സായി വിളിച്ചു കൂട്ടുകയോ അവിടെ നബി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയോ അതിന് മുമ്പ് അൽഫാത്തിഹ ഓതുകയോ എന്നിട്ടത് ഇലാ ഹളറത്ത് എന്ന് പറഞ്ഞിട്ട് മേലെ കൂടുകയോ ചെയ്യുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നതാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ വെച്ച നിർദ്ദേശം. പിന്നെ നാം മുസഹഫിൽ ഓതുമ്പോൾ പേജ് മറിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ നാവിൽ തൊട്ട് മറിച്ചാൽ തെറ്റാവുമോ? നാവിൽ നജസ്സൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. നാവിൽ ഉമിനീരാണല്ലോ ഉള്ളത്. ഈ നജസ്സാണ് കിതാബുൽ സുന്നത്തിൽ എവിടെ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ തൊട്ടുമറിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ തെറ്റാവുമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ മാറ്റുമോ? മനുഷ്യനെ കൊണ്ട് മാറ്റാൻ കഴിയാത്ത മനുഷ്യരിൽ അന്തർലീനമായ ഒരു സ്വഭാവമാണ്. എന്താണെങ്കിലും എണ്ണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മറിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു തോണ്ടൽ. അത് മതവുമായി നേർക്ക് നേരെ എതിരായി വരുന്നതാണെങ്കിൽ മാത്രം നമ്മൾ അതിമയ്ക്ക് മെനക്കെട്ടാൽ മതി. അല്ലാത്തതൊക്കെ ജനം നടത്തുന്നത് അങ്ങനെ നടത്തിക്കോട്ടെ. സുന്നികളുടെ നോമ്പ് തുറപ്പിച്ചാൽ പ്രതിഫലം കിട്ടുമോ? അതിലെന്താ തർക്കം? ഓല് മുസ്ലിങ്ങളല്ലാന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറപ്പിക്കണ്ട. എന്നെ സംബന്ധിച്ച് ഓല് മുസ്ലിങ്ങളാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവരെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യും. അവർ നോമ്പ് തുറക്കാൻ വിളിച്ചാൽ ഞാൻ പോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അത്രയുള്ള എനിക്ക് പറയാനുള്ളൂ. ഞാൻ അവർ മുസ്ലിങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് വേണമെങ്കിൽ അവരെ തീരുമാനത്തിനനുസരിച്ച് അവരെന്തായിക്കോട്ടെ. എനിക്ക് ഷഹാദത്ത് കലിമ രണ്ടും ഉൾക്കൊള്ളുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ പ്രവാചകത്വം അംഗീകരിക്കുന്ന ഒരാളെയും മുസ്ലിം അല്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഈ സംഘടനക്കുമില്ല. അത് പറഞ്ഞിട്ടില്ല. ചോളി ഷഹാദത്ത് കലിമ രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ പ്രവാചകത്വവും അംഗീകരിക്കുന്നവരാരാണെങ്കിലും അവരൊക്കെയും മുസ്ലിങ്ങളാണ്. മൻ സ്വല്ലാ സ്വലാത്തനാ വസ്തഖബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫദാലിക്കൽ മുസ്ലിം. നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക, നമ്മുടെ കിബിലയെ കിബിലയായി അംഗീകരിക്കുക, നാം അറുത്തത് ഭക്ഷിക്കുക. ഇത് മൂന്നും ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതരുടെയും സംരക്ഷണ ഉത്തരവാദിത്തമുള്ള യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നു. പിന്നെ അവർ മുഅ്മിനീങ്ങളാണോ മുവഹ്ഹിദീങ്ങളാണോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചാൽ അവിടെ എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടാകും. അവർ മുഅ്മിനീങ്ങളാണോ എന്ന് നിങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാൽ അപ്പോഴും ഞാൻ പറയാ അല്ലാഹു അലന്ന, അല്ലാന്ന് പറയില്ല. കാരണം വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിനാ. നിങ്ങളോട് സലാം പറയുന്നവരും നിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കുന്നവരുമായ മുസ്ലിമീങ്ങളായ മനുഷ്യന്മാർ മുഅ്മിനീങ്ങളല്ല എന്ന് നിങ്ങൾ പറയരുത് എന്ന് അള്ളാഹുവിൻ്റെ വിലക്കുണ്ട്. അപ്പോ അവിടേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. അവർ മുസ്ലിങ്ങളല്ല എന്നത് നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാവരുത്. മാത്രവുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വല്ലു ഖൽഫ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ആളുകളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നമസ്കരിക്കാം എന്നല്ല, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. വസ്വല്ലു ലിമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്തരക്കാരുടെ മയ്യത്തും നിങ്ങൾ നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹിന്റെ
അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂലുള്ളാഹിന്റെയും കൽപ്പനയുള്ള ഒരു വിഷയത്തിൽ അവരെക്കാൾ വലിയ ഒരു മുജാഹിദാവാൻ ഏതായാലും നമ്മൾ മെനക്കെടരുത്. അത് ശരിയല്ല. 110% അവർ മുസ്ലിങ്ങളല്ല എന്ന നിലപാട് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഓക്കെ. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കൾക്കും ഓരോ കുട്ടികളുണ്ട്. ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 14 വയസ്സുമാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന് മരണാനന്തരം പണം വസിയത്ത് ചെയ്യാമോ? ഇല്ല, ഇല്ല. അലാ ലാ വസിയ്യത ലിവാരിസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളുടെ സ്വത്തിന്റെ അനന്തരാവകാശികളായി അള്ളാഹു പ്രഖ്യാപിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ വസിയ്യത്ത് ചെയ്യരുത്. കഴിഞ്ഞില്ലേ? അലാ ലാ വസിയ്യത ലിവാരിസിൻ, നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മരണാനന്തരം ഇന്നിന്നവർക്ക് ഇത്ര കൊടുക്കണമെന്ന് അള്ളാഹു വിഹിതം നിശ്ചയിച്ച ആളുകൾക്ക് വേണ്ടി പിന്നെ നിങ്ങൾ വേറെ വസിയ്യത്ത് ചെയ്യരുത്, പാടില്ല. മുതിർന്നവന് കൂടുതലും ചെറുതിന് കുറവായി വസിയ്യത്ത് ചെയ്യാം. വസിയ്യത്തേ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏറെയും കുറവും അവിടെ ഇല്ല. ഫർള് ജമാഅത്ത് നടക്കുമ്പോൾ പള്ളിയിൽ പ്രവേശിച്ച ആൾ നേരെ ജമാഅത്തിൽ പങ്കെടുത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് നമസ്കരിക്കാതെ എഴുത്തിക്കാഫിന്റെ നിയ്യത്ത് വെക്കാൻ പറ്റുമോ? ഫർള് ജമാഅത്ത് നടക്കുമ്പോൾ പള്ളിയിൽ പ്രവേശിച്ച ആള് നേരെ ജമാഅത്തിൽ പങ്കെടുക്കണം, തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അതിൽ തർക്കമൊന്നുമില്ല. തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കരിക്കാതെ എഴുത്തിക്കാഫ് ഇരുന്നാൽ എഴുത്തിക്കാഫ് ശരിയാവൂല എന്ന് ഒരു കിതാബിലോട്ടില്ലേ? കഴിഞ്ഞില്ലേ? ഓക്കെ. തഹിയ്യത്ത് നമസ്കരിച്ചാണ് എഴുത്തിക്കാഫ് തുടങ്ങേണ്ടത് എന്നത് അതിന്റെ ഷർത്തിൽപ്പെട്ടതല്ല. അല്ല. അപ്പോ ഫർദ് നമസ്കാരം തഹിയ്യത്തിന്റെ ഇത്തികാഫിന്റെ നെയ്യത്ത് വീട്ടിൽ നിന്നാണ് അയാൾക്ക് ഉണ്ടാവേണ്ടത്. അയാൾ വരുമ്പോൾ പള്ളിയിൽ ഫർദ് നിസ്കാരം നടക്കുകയാണെങ്കിൽ അതിലാണ് തുടർന്നിട്ട് അയാളുടെ ഇത്തികാഫ് അവിടെ തുടങ്ങും. പിന്നെ അവിടെ തഹിയ്യത്തിന്റെ സുന്നത്തിലേക്ക് പോകേണ്ടതില്ല. അത് അയാളുടെ ഇത്തികാഫിനൊരു തടസ്സവും വരികയില്ല. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും. ഒന്നിൽ കൂടുതൽ മക്കളുള്ള പിതാവിന്റെ അനന്തരാവകാശ സ്വത്ത് ഇതിലേതെങ്കിലും മക്കളുടെ പേരിൽ കൊടുക്കാൻ വസിയ്യത്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ പറയണ്ടല്ലോ. വാക്കാൽ പറയലാണോ? പറയാനേ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കാലും പാടില്ല, എഴുതാനും പാടില്ല. അതോ എഴുതി വെക്കലാണോ? ഇസ്ലാമിക ശരീഅത്ത് നിയമം എന്ത് എന്നറിഞ്ഞാൽ നന്നായിരുന്നു. അങ്ങനെ വാക്കാലും എഴുതി വെക്കാൻ പാടില്ല, അല്ലാത്തതും പാടില്ല. ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിക്കും. ഞാൻ വസിയത്ത് എഴുതി വെച്ച സ്വത്ത് ഞാൻ മരിക്കണതിന് മുമ്പ് എനിക്കെന്നെ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ അറ്റാക്കോ ഉണ്ടായിട്ട് വിറ്റ തുറക്കേണ്ടി വന്നാൽ എന്തായി പോകുമെന്നറിയില്ല അല്ലേ? അപ്പോൾ എൻ്റെ സ്വത്ത് ഞാൻ മരിക്കുന്നത് വരെ എൻ്റേത് മാത്രമാണ്, വേറെ ഒരാളുടേതുമല്ല. എൻ്റെ ഭാര്യയുടേതല്ല, എൻ്റെ മാതാപിതാക്കളുടേതല്ല, എൻ്റെ മക്കളുടേതുമല്ല. ആർക്കെങ്കിലും അതിൽ അവകാശമുണ്ടെങ്കിൽ അതെൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ്. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ സ്വത്തിൽ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അതെൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ്. കാരണം ഞാൻ തന്നെ അവരുടേതാണ്. അൻത വകസ്ബുക ലി അബീക, നീ തന്നെ നിന്റെ വാപ്പയുടേതാണ്, മാതാപിതാക്കളുടേതാണ്. അപ്പൊ നിന്റെ സമ്പാദ്യവും അവരുടേതാണ്. അവർക്കത് കയ്യേറാൻ അങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞ് നമ്മളെ പോക്കറ്റ് കൈയിട്ടിട്ടാണ്ട് എടുത്തു പോവാ, മേശയുടെ ചാവി തന്നേക്ക്, എൻ്റെ ATM തന്നേക്ക് എന്ന് അവർ പറഞ്ഞാൽ കൊടുക്കൽ ബാധ്യതയാണ്. അത് ഇനിയിപ്പോൾ അല്ലാതെ ആരും പറയണട്ടോ. ഇനി വാപ്പാരാരും വാശി പിടിച്ചിട്ട് ചോദിക്കാനും പോകല്ലേ. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ കലാമുണ്ടാക്കിയിട്ട് ഇതൊക്കെ കോട്ടപ്പടി പള്ളിക്ക് അതുണ്ടായ ഒരു വണ്ടി മലയാണെന്ന് പറയിപ്പിക്കല്ലേ. പക്ഷെ കിതാബ് അങ്ങനെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വേറെ ഒരാൾക്കും അതിന് ഒരവകാശവുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാങ്കിൽ പണയത്തിൽ വെച്ച സ്വർണത്തിന്റെ സക്കാത്തിന്റെ സ്ഥിതിഗതികൾ ഒന്ന് പറയാമോ റബ്ബ്? എന്നെന്താണ് ഇങ്ങനെ തന്നെയാണല്ലോ ഇതൊക്കെ. ഞാൻ വ്യക്തിപരമായി പറയുന്ന അഭിപ്രായം, ബാങ്കിൽ പണയം വെക്കുക എന്നത് ഏത് സാഹചര്യത്തിലും ഹറാമാണ്. ഏത് സാഹചര്യത്തിലും ഹറാമാണ്. അത് എത്ര കുടുങ്ങിയിട്ടാണെങ്കിലും ഹറാമാണ്. ആ ബാങ്കിന്റെ അപ്പുറത്ത് അത് വിൽക്കാൻ പറ്റിയ കട ഉണ്ടാകും, അവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റളി. ഒരു ചോദ്യം ഉണ്ടാവൂല, പറച്ചിലും ഉണ്ടാവൂല.
ഇത് പണയം വെച്ചത് തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ അതിന് കൊടുക്കണം പലിശക്ക് അതിൻ്റെ അത്രയും വരില്ല. അത് രണ്ടാമത് വേറൊന്ന് വാങ്ങേണ്ടി വന്നാൽ പുതിയത് വാങ്ങാൻ അല്ലേ? 1 ലക്ഷം രൂപക്ക് പണയം വെച്ചു, ഇപ്പുറത്തത് വിറ്റാൽ 1.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. 1 ലക്ഷത്തിന് പണയം വെച്ചത് 2 കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ 1.5 ലക്ഷത്തിന്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ മാനക്കേട് വേറെ സഹിക്കും വേണ്ടി വരും, പരലോകത്ത് ശിക്ഷയും വേണ്ടി വരും. അതുകൊണ്ട് ഇതിന് മറുപടിയെ ഞാൻ പറയില്ല. ഏതിന്? അതിന്റെ സക്കാത്തിനോന്ന് മറുപടി പറയില്ല. സാധനം എടുത്ത് വിറ്റിട്ട് വരി, അപ്പം നോക്കാം. പലിശക്ക് കൂട്ട നിൽക്കുന്ന ഒരു പരിപാടിയില്ല, ഇസ്ലാമിൻ്റെതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിലു റിബാ വമൂക്കിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാഹ്. അത് കൊടുക്കുന്നവനാണെങ്കിലും അത് വാങ്ങുന്നവനാണെങ്കിലും അതിന് കണക്ക് വെക്ക് എഴുതുന്നവനാണെങ്കിലും അതിന് സാക്ഷി നിൽക്കുന്നവനാണെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലുമൊക്കെ പിന്നെ ജില്ലാ ബാങ്കിന്റെ ഭരണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയത് നമ്മളെ മുസ്ലിങ്ങളാ, നിങ്ങൾ ആലോചിച്ചോളി അല്ലേ? അതിന്റെ ഡയറക്ടർ ബോർഡിൽ കിട്ടിയതിന്റെ പേരിൽ ചെണ്ടയും വിളിച്ചിട്ട് ചില ജാഥ വിളിച്ചതും നമ്മൾ തന്നെയാണ് വെച്ചോളിയും. അതിനൊക്കെ കൂടെ പക്ഷെ മതം മറുപടി പറയണം, അനുകൂലമായി മറുപടി കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് വാങ്ങുന്നവനും അത് കൊടുക്കുന്നവനും അതിന് കണക്ക് വെക്കുന്നവനും ബാങ്കിൽ ജോലിക്കാരെ പട്ടിപ്പലിശക്കാർ മാത്രമല്ലല്ലോ വിടുക. വശാഹിദൈഹി അതിന് സാക്ഷി നിൽക്കുന്നവരും അതിന് ശുപാർശ പറയുന്നവരും വഖാലഹും സമാ ശപിക്കപ്പെട്ടവരാണ് അവർ. ഈ 4 കൂട്ടരും ഒരുപോലെയാകുന്നു. ഒരു ദിർഹം പിന്നെ പലിശ തിന്നുന്നത് 36 വ്യഭിചാരത്തെക്കാൾ കൂടിയ തെറ്റാകുന്നു എന്നാണ്. മറ്റൊരിടത്ത് ഒരു ദിർഹം റിബ ഉപയോഗിക്കുന്നു, പലിശ ഉപയോഗിക്കുന്നത് സ്വന്തം ഉമ്മയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്ന. എന്നിട്ട് അതിന് ഞാൻ ഫത്വ തരണോ? പൊന്നാര സഹോദരങ്ങൾ, വിറ്റോളൂ, അള്ളാന്റെ ബർക്കത്തുണ്ടാകും. വേറൊന്ന് വാങ്ങാൻ നിങ്ങളത് പിന്നെ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് എങ്കിൽ അള്ളാന്റെ കൃപ ഉണ്ടാകും, പിന്തുണയുണ്ടാകും, തുണയുണ്ടാകും. അത് തിരിച്ചെടുക്കാൻ അതുപോലത്തെ ഒന്ന് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഹറാമിൽ നിന്ന് നമ്മൾ മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മാക്കും 5 വയസ്സായ മകൾക്കും കൂടി സ്വർണ്ണാഭരണം 10.5 പവനിലധികം ഉണ്ടാകും. എന്നാൽ ഉമ്മാന്റെ സ്വർണം 10 തികയില്ല, മകളുടെ സ്വർണ്ണാഭരണവും 10 തികയില്ല. ഒരു 10 മക്കളുണ്ടെന്ന് വെച്ചോളി, 10 ആൾക്കും ഇങ്ങനെ 10 പവനുണ്ടെന്ന് വെച്ചോളി. അപ്പോഴും നമുക്ക് പറയാനുള്ളത് എന്താ? എൻ്റെ 10 മക്കൾക്കും 10 പെൺകുട്ടികളാണ്, എല്ലാവരുടെ അടുത്തും 10 പവനുണ്ട്, ആർക്കും 10.5 പവൻ തികയില്ല, നമ്മൾ സക്കാത്ത് കൊടുക്കണമെന്നാ അല്ലേ? എന്നിട്ട് ഈ 100 പവൻ സ്വർണം വെച്ചിരിക്കുന്ന ചങ്ങായിയാണ് അപ്പുറത്ത് വല്യമ്മാൻ്റെ അടുത്ത് പോയിട്ട് സക്കാത്ത് എരിയുന്നുണ്ട്. എന്താണ്? മൂപ്പത്തിയേറിയിട്ട് കല്യാണം കഴിച്ചു വിട്ടപ്പോൾ കൊടുത്ത ഒരു 600 ഗ്രാമിൻ്റെ ഒരു വെള്ളിയരഞ്ഞാണുണ്ട് അല്ലേ? 590 വെള്ളിൻ്റെ നിസാവായികൾ 600 ഗ്രാമുണ്ട്. ഇന്ന് സക്കാത്തിൻ്റെ തിരിഞ്ഞാണ് 100 പവൻ 10 മക്കളെ പേര് വീതം വെച്ചിട്ട് സക്കാത്ത് കൊടുക്കാതെ നടക്കണം മനുഷ്യനാ അല്ലേ? അപ്പൊ പൊന്നു സുഹൃത്തുക്കള്, നിങ്ങൾ അതിൻ്റെ സക്കാത്ത് കൊടുത്തേക്ക്. ഈ ന്യായവാദങ്ങളൊന്നും റബ്ബിൻ്റെ ഒരിക്കലും വിലപ്പോകൂല. റബ്ബിനറിയാം ഈ 5 വയസ്സുള്ളവൻ്റെ 10 പവൻ ആരെ പേരിലാണെന്നും ഭാര്യയുടെ സ്വത്ത് ആരെ പേരിലാണെന്നും ഒക്കെ പഠിച്ചോനറിയാം. ആ 5 വയസ്സുള്ള കുട്ടി അതിനൊരു മോതിരം ഊരിയിട്ട് കൂട്ടുകാരിക്ക് കൊടുത്തിട്ടൊന്ന് വന്നു നോക്കട്ടെ, അപ്പൊ കാണാം സ്വത്ത് ആരതാൻ അല്ലേ? എവിടെയാണ് എൻ്റെ മോതിരം? അത് എൻ്റെ കൂട്ടുകാരിക്കോ എൻ്റെ വാപ്പൻ്റെ മുതലാണടി ചോദിക്കുന്നത്. അപ്പോഴും വാപ്പൻ്റെ മുതൽ അല്ലാന്ന് മൂപ്പരെ പറയണവും അപ്പോഴും പറയുന്നത് എൻ്റെ മുതൽ ആരോട് ചോദിച്ചിട്ടാണ് ഈ കൊടുത്തതെന്ന് ചോദിക്കുക. അപ്പൊ മുതൽ മൂപ്പരത്താണ്. സക്കാത്ത് കൊടുക്കണോടത്ത് എത്തിയാലോ മൂപ്പരത്തല്ല. പഠിച്ചോ വിടും നമ്മളെ. ഈ തമാശ കളിയൊന്നും അവിടെ നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ അതിന് സക്കാത്ത് കൊടുക്കണം. മൊത്തം സ്വത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുത്തേ മതിയാകൂ. നേരത്തെ പറഞ്ഞ ആയത്തിലാണ് ഇത് വരിക. വല്ലദീന യക്നിദൂന ദഹബ വൽ ഫില്ലത.
സ്വർണവും വെള്ളിയും വാങ്ങിക്കൂട്ടുന്നു. ഓരോരുത്തരുടെ പേരിൽ ഒക്കെ അതിൻ്റെ താഴത്തിങ്ങോട്ട് നിർത്തിയിട്ട് ഒരു 2 ഗ്രാം കൊണ്ട് കുറച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു. എന്നിട്ട് പടച്ചോനെ പറ്റിക്കുന്ന ഈ പരിപാടി നാളെ ഇരുമ്പിൻ്റെ പാളികളായി മാറാനുള്ളതാണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാറണം, സക്കാത്ത് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇമാമും മഅ്മൂമുമായി നമസ്കരിക്കുമ്പോൾ റക്അത്ത് കിട്ടുന്നതിൻ്റെ ശരിയായ വിധി ഏത് സമയത്ത് ഇമാമിൻ്റെ കൂടെ ചേർന്നാലാണ് കിട്ടുക? റുക്കൂഇൽ, നടക്കുന്ന ജമാഅത്തിൽ റുക്കൂഇലാണ് വന്നു ചേർന്നത്. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു സുബ്ഹാന റബ്ബിയൽ അലീം എന്തെങ്കിലും ഇമാമിനോടൊപ്പം റുക്കൂഇൽ പറയാൻ കഴിഞ്ഞാൽ മൻ അദ്റക റുക്കൂഅൻ ഫഖദ് അദ്റക റക്അ, അയാൾക്ക് ആ റുക്കൂഅ് കിട്ടിയതായിട്ടാണ് പരിഗണിക്കുക. അതപ്പം ഞങ്ങൾ സുന്നി മദ്രസയിൽ പഠിച്ചതല്ലേ, അത് ഇവിടെയും അങ്ങനെ തന്നെ എന്ന് ചോദിച്ചാൽ സുന്നി മദ്രസയിൽ അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്? ആണ്. കിതാബിലുള്ളത് ഓല് പറഞ്ഞാലും നമ്മൾ പറഞ്ഞാലും ഒന്ന് തന്നെ. ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലക്ക് ലോകപ്രശസ്തമായ കർമ്മശാസ്ത്രങ്ങൾ മാത്രം ക്രോഡീകരിച്ചൊരു ഹദീസ് ഗ്രന്ഥമുണ്ട്, ബുലൂഗുൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം എന്നാണ്. ഓരോ മേഖലയിലും തെളിവിൻ്റെ അങ്ങേ അറ്റം എന്നാണ് അതിൻ്റെ മലയാളം. ബുലൂഗുൽ മറാം, അങ്ങേ അറ്റം. മിൻ അദില്ലത്തിൽ അഹ്കാം, മതവിധികളുടെ തെളിവുകളുടെ വിഷയത്തിൽ. അല്ല, അധ്യായത്തിന്റെ പേര് തന്നെ കൊടുക്കണത് മൻ അദ്റക റക്അത്തൻ ഫഖദ് അദ്റക സ്വലാന, അധ്യായത്തിന്റെ പേര്. പിന്നെ അവസാനത്തെ റക്അത്തിൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ്, അസർ ബാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഒരു റക്അത്തെങ്കിലും ളുഹ്ർ നമസ്കരിക്കാൻ സാധിച്ചാൽ അയാൾക്ക് ളുഹ്ർ അദാ ആയി തന്നെ നിർവഹിച്ച പ്രതിഫലം കിട്ടും എന്ന അധ്യായത്തിൽ വരുന്ന ഒരു ഹദീസ്, മൻ അദ്റക റുക്കൂഅൻ ഫഖദ് അദ്റക റക്അ, റുക്കൂഅ് ലഭിച്ചാൽ റക്അത്ത് കിട്ടി എന്നതാണ്. എന്നിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ പിന്നീട് മനസ്സിലാകും, അഖല്ലു റുക്കൂഇ അൻ യഖൂല സുബ്ഹാന റബ്ബിയൽ അലീം മറത്തൻ വാഹിദ, ഒറ്റത്തവണ ഇമാമിനോടൊപ്പം റുക്കൂഇൽ സമ്മിബൈന സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയാൻ കഴിഞ്ഞവർക്ക് ആ റുക്കൂഅ് കിട്ടി, അതോടൊപ്പം ആ റക്അത്തും കിട്ടിയെന്ന. ഉടനടി മുഹമ്മദ് വായിൽ ഇങ്ങനെ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞില്ലേ അല്ലേ? കാരണം ചോദിക്കാണ് 8 ഹദീസുകൾ കാണാം. മല്ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബി, മല്ലം യഖറ ബി സൂറത്തിൽ ഫാത്തിഹ, മല്ലം യഖറ ബി ഉമ്മിൽ കിതാബ് എന്നൊക്കെ 8 റിപ്പോർട്ടുകൾ കാണാം. ഫാത്തിഹ ഓതാതെ റക്അത്ത് കിട്ടുകയില്ല എന്ന്. ആ 8 വായിച്ചിട്ട് നിർത്താതെ അതിൻ്റെ താഴത്ത് 9ാമത്തത് കൂടി വായിച്ചാൽ കിട്ടും. മല്ലം യഖറ ബി സൂറത്തിൽ ഫാത്തിഹത്തി ഫലാ സ്വലാത്ത ലഹു ഇല്ലാ ഫിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരത്തിലൊഴികെ. ഫഇന്ന ഖിറാഅത്തൽ ഇമാമി ഖിറാഅത്തൻ ലഹു, ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിന്റെ ഖിറാഅത്ത് മഅ്മൂമിന് കൂടി വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അവിടെയല്ലാതെ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ നിർബന്ധമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മുമാഷ വെറുതെ പറഞ്ഞുള്ളൂ, ഇത് എവിടെ പറഞ്ഞാലും ഉടനടി ബോംബ് വീണ മാതിരി, മിസൈൽ വന്ന് ചാടുന്ന മാതിരി ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ ഈ ഹദീസോ എന്നത്. അപ്പോ അങ്ങനെയാണ് അതിൻ്റെ ശരി. പിന്നെ ഇതിലുള്ളതില്ലല്ലോ, ഫാത്തിഹ ഓതാൻ പറ്റിയില്ലെങ്കിൽ ഇമാം സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് ഫാത്തിഹ മാത്രം ഓതി ഇരുന്ന് അത് പറ്റില്ലല്ലോ. ഫാത്തിഹ മാത്രം ഓതിയാലൊരു നിസ്കാരാവില്ലല്ലോ. അങ്ങനെ ഒരു വസ്വാസം ഉണ്ടെങ്കിൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് ഒരു റക്അത്ത് പൂർണ്ണമായി നമസ്കരിക്കണം, എന്നിട്ട് തഹിയ്യാത്തിൽ സലാം വീട്ടണം. പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല. സക്കാത്ത് വിഷയത്തിൽ ഒരു കമ്പനി തുടങ്ങി 2 വർഷമായിട്ടും വരുമാനം കിട്ടിയില്ലെങ്കിൽ ആ മുടക്ക് മുതലിന് സക്കാത്ത് കൊടുക്കണോ? വരുമാനത്തിന് സക്കാത്ത് കൊടുക്കണം എന്നല്ലല്ലോ, മുടക്ക് മുതലിന് സക്കാത്ത് കൊടുക്കണം എന്നാണല്ലോ കിതാബിലുള്ളത്. വരുമാനം പിന്നെയല്ലേ വരുന്നത്. ഞാനിവിടെ 2 ലക്ഷം രൂപ എടുത്തു വെച്ചു, ബാങ്കിൽ വിട്ടില്ല, എവിടെയും വെച്ചില്ല, എൻ്റെ പെരയിൽ വെച്ചു. 1 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ആ 2 ലക്ഷം രൂപക്ക് 5000 രൂപ സക്കാത്ത് കൊടുക്കണ്ടേ? കൊടുക്കണം. ആ 2 ലക്ഷം രൂപ കൊണ്ട് ഞാൻ കച്ചവടം ചെയ്ത് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 2.5 ലക്ഷം ആയി. അപ്പം ഞാൻ ആ 2 ലക്ഷത്തിന് കൊടുക്കണം.
അതേപോലെ ആ ഒരു 2 ലക്ഷം രൂപ ഞാനൊരു കടയിൽ ഒരു കമ്പനിയിൽ ഷെയർ ചേർന്നു, അവിടേക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല. എൻ്റെ വീട്ടിലിരുന്നാൽ ഞാൻ കൊടുക്കണമെങ്കിൽ അയാളെടുത്ത് കൊടുത്തതും എനിക്കത് കൊടുത്താലും ജീവിക്കാൻ വേറെ മാർഗമുണ്ടായത് കൊണ്ടാണ് എന്നതിനാൽ അതെൻ്റെ ഡെപ്പോസിറ്റാണ്, അതെൻ്റെ സ്റ്റോക്കാണ്. അന്ന് 2%, 2.5% ഞാൻ കൊടുക്കണം. ബിസിനസ്സിന് ഭൂമി വാങ്ങിയാൽ അതിൽ ബിസിനസ് തുടങ്ങി പൂർത്തിയായിട്ടില്ല എങ്കിൽ മുടക്കുമുതൽ സക്കാത്ത് കൊടുക്കണമോ? ബിസിനസ്സിന് ഭൂമി വാങ്ങിയാൽ എന്ന് പറഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കാൻ ഭൂമി വാങ്ങിയാൽ എന്നാണെങ്കിൽ ആ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കെട്ടിടമുണ്ടാക്കി കഴിഞ്ഞ് അതിൽ നിന്ന് വാടക വരുമ്പോൾ ആ വാടകക്ക് സക്കാത്ത് കൊടുത്താൽ മതി. എന്നാൽ ഭൂമി കച്ചവടക്കാരാണെങ്കിൽ അവർ അവരുടെ കച്ചവട മുതൽ ഭൂമിയാണ് എന്നതിനാൽ കച്ചവടത്തിൻ്റെ നിയമം അവർക്ക് ബാധകമാകും. കെട്ടിടമുണ്ടാക്കി വിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കച്ചവട വസ്തു കെട്ടിടമാണ് എന്നതിനാൽ അവർ ആ കെട്ടിടങ്ങൾക്ക് മുടക്കിയ തുകയുടെ സക്കാത്ത് നൽകേണ്ടി വരും. ഒരു കെട്ടിടമുണ്ടാക്കി അത് വാടക കൊടുത്ത് ആ വാടക കൊണ്ട് ജീവിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്നു, ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുന്നു, അതിൻ്റെ വാടക കൊണ്ട് ജീവിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ആ വാടകയിൽ നിന്ന് നിസാബ് തികയുമ്പോൾ അതിൻ്റെ 2.5% കൊടുത്താൽ മതി. ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ മുതൽ മുടക്കിന് സക്കാത്ത് നൽകേണ്ടതില്ല. 2% എന്നാൽ ശരി, 5% എന്ന് പറയുന്ന ആളുകളുണ്ട്. 5 മാസം കിട്ടുന്നതാണ്, കൃത്യമായ ഇടവേളകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് വാടകയും ശമ്പളവും ഒക്കെ. അത് തേങ്ങ ഇടുന്ന പോലെയാണ്, കൃത്യസമയത്ത് കിട്ടും. അതുകൊണ്ട് അതിന് കൃഷിയുടെ കണക്കാണ് കൂട്ടേണ്ടത്, 5% കൊടുക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള മേഖലയാണ് ഈ വാടക ശമ്പളം എന്നത്. ഖുർആന്റെ അവതരണ കാലത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ ഇല്ലാത്ത ഒരു വരുമാന മാർഗമായതിനാൽ അവിടങ്ങളിൽ അതിന് തെളിവ് കിട്ടുകയുമില്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസമല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിലേതാണോ എന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നത് ഞാനത് നടപ്പിലാക്കുക, ബാക്കി വരുന്നതിന് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക. അത്രേ അതിൽ കരണീയമായിട്ടുള്ളൂ. ചുരുക്കത്തിൽ കച്ചവടത്തിന്റെ സക്കാത്ത് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന നിയമങ്ങളിലൊന്ന് വിൽക്കാൻ വെച്ച വസ്തുവിന് സക്കാത്തുണ്ട് എന്നതാണ്. വിൽക്കാൻ വെച്ച വസ്തുവിനാണ് സക്കാത്ത്. അതാണ്, ഒരാളൊരു കെട്ടിടം ഉണ്ടാക്കുന്നു, അയാൾ അതിലൊരു 4-5 കടമുറി ഉണ്ടാക്കുന്നു, അയാൾ ആ കടമുറി വിൽക്കുന്നില്ല, കെട്ടിടവും വിൽക്കുന്നില്ല. ആ കടമുറി മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്ത് ആ വാടകയാണ് അയാൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അയാളുടെ കടമുറികൾക്ക് ചെലവായ പൈസക്ക് അയാൾക്ക് സക്കാത്തില്ല. എന്നാൽ മറ്റൊരാളുടെ പണി ബിൽഡിംഗ് ഉണ്ടാക്കി വിറ്റുകൊണ്ടേയിരിക്കുന്ന പണിയാണ്, ബിസിനസ്സാണ് എങ്കിൽ അയാളുടെ കച്ചവട വസ്തുവാണ് ബിൽഡിങ്. അപ്പോഴയാൾ ആ ബിൽഡിങ്ങിന് മുടക്കിയ തുകയുടെ സക്കാത്ത് നൽകേണ്ടി വരും. മറ്റൊരാളുടെ തൊഴിൽ സ്ഥലങ്ങൾ വാങ്ങി വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഈ രണ്ടിടത്തും എനിക്ക് വേറൊന്നും പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു മുതൽ നിങ്ങൾ വിൽക്കരുത് എന്നാണ്. ഇത് 2 കോടി 3 കോടി രൂപയ്ക്കൊരു സ്ഥലം കച്ചവടാക്കി 10 ലക്ഷം അഡ്വാൻസ് കൊടുത്ത് എന്നിട്ട് നിങ്ങളെ വിചാരം സ്ഥലം നിങ്ങളതാന്നാ, എന്നിട്ട് നിങ്ങളത് വേറെ ഒരാൾക്ക് 2.5 കോടി രൂപക്ക് മറിച്ച് വിറ്റ് ആരാൻ്റെ മുതലാണ്, നിങ്ങളെ മുതലായിട്ടില്ല. അത് നമ്മുടെ പരലോക വിജയത്തിന് തടസ്സം നിൽക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ കമ്മീഷൻ ഏജന്റുമാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് വിൽക്കാൻ അധികാരമുള്ള സ്വത്ത് വിൽപ്പന കച്ചവടവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങളിൽ ആദ്യത്തേത് മിൽക്കിയത്ത് എന്നാ പറയുക, ഉടമസ്ഥാവകാശം. ഉടമസ്ഥാവകാശമില്ലാത്ത ഒരു സാധനം വിൽക്കുക എന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് വിൽപ്പന വസ്തുക്കൾക്കാണ് സക്കാത്തുള്ളത്. മുടക്ക് മുതലിൽ എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കണം. അതിന് വേറെ മറുപടി വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, കൊടുക്കണം. രാത്രി നമസ്കാരം 11 റക്അത്താണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ എന്ന് താങ്കൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും അത് തന്നെ പറയാനുള്ളത്. പള്ളിയിലെ തറാവീഹ് നമസ്കാരത്തിൽ കൂടി 6 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം പിരിഞ്ഞു പോന്ന് ഉറങ്ങിയതിന് ശേഷം ബാക്കി നമസ്കരിക്കുന്നതാണ് എൻ്റെ രീതി. ആയിക്കോട്ടെ, ഹറാമായതല്ല.
ഇമാമിൻ്റെ കൂടെ നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഇമാമിനോടൊപ്പം പൂർത്തിയാക്കൽ നമസ്കാരം പൂർത്തിയാക്കണം എന്നും പറയുന്നു. അത് പുതിയൊരു വീഡിയോ ക്ലിപ്പാണ്. അതല്ലാതെ അതിന് തെളിവുകളൊന്നുമില്ല. അത് എവിടെയാണ് വരുന്നത് എന്ന് വെച്ചാൽ, സൗദിയിൽ 23 റക്അത്ത് നമസ്കരിക്കുന്നു, ആളുകൾ പകുതി വഴിക്ക് പിരിഞ്ഞു പോകുന്നത് കാണുന്നു എന്ന് അതിൻ്റെ വിധി ചോദിച്ചപ്പോൾ അവിടുത്തെ പണ്ഡിതൻ കൊടുത്ത ഫത്വയാണ് ഇമാമിനോടൊപ്പം ചേരുമ്പോൾ അത് പൂർത്തിയാക്കണം, അതാണ് പൂർണ്ണമായ സുന്നത്ത്. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പൂർണ്ണമായ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ ഇമാമ് തുടങ്ങുമ്പോൾ മുതൽ ഇമാം അവസാനിപ്പിക്കുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാണ് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാനുള്ള മാർഗം. അതിനർത്ഥം ഇടയിൽ നിന്ന് പിരിഞ്ഞുപോയിക്കൂടാ എന്നല്ല. പ്രതിഫലത്തിൽ കുറവ് വരും, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ ലഭ്യതയിൽ കുറവ് വരും എന്ന് മാത്രമാണുള്ളത്. ഓക്കെ, ഇങ്ങനെയാകുമ്പോൾ തഹജ്ജുദ് നമസ്കാരത്തിന് കഴിയില്ലല്ലോ. രണ്ടൂടങ്ങൾ വേണമെന്ന് വാശി പിടിക്കരുത് എന്നാണ് ആദ്യം പറയുക. തറാവീഹ് നമസ്കാരത്തിന് പുണ്യത്തിൽ കുറവൊന്നുമില്ല. തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ പുണ്യമാണെങ്കിൽ വമ്പിച്ചതാണ് താനും. പക്ഷേ പള്ളിയിൽ ജമാഅത്ത് നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം തഹജ്ജുദിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതേപോലെ വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിലുണ്ട്. ഇപ്പം പള്ളിയിലെ ജമാഅത്തിലാണ് പങ്കെടുക്കുന്നത് എങ്കിൽ നിങ്ങളത് പൂർത്തിയാക്കണം. ഞാനത് പള്ളിയിൽ തന്നെ വെച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം പള്ളിയിലെ ജമാഅത്തിൻ്റെ പ്രതിഫലം മഹത്തായ പ്രതിഫലമാണ്. എന്നാൽ തഹജ്ജുദിൻ്റെ പുണ്യത്തിന് ഒരു കുറവുമിട്ട് ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യരുത്. ഒന്നുകിൽ തഹജ്ജുദ് മുഴുവനായിട്ട് വീട്ടിലാക്കിക്കോളൂ, അതിന് പറ്റൂലേ? പള്ളിയിലേക്ക് തറാവീന് വരണ്ടാന്ന് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമല്ലോ. ഇനി ഇത് 2 രൂപത്തിലുമാക്കുന്നത് ഹറാമാണെന്നതിന് വ്യക്തമായ തെളിവിന്നോളം ഞാനൊട്ട് കണ്ടിട്ടുമില്ല. എൻ്റെ കൺഫ്യൂഷൻ തീർത്തു തരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർന്നിട്ടുണ്ടാകും എന്ന് ഞാനും വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇവിടെ ഒരു കാരണവശാലും വിടരുത് എന്ന് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. അത് പുസ്തകത്തിലല്ല, എഴുതിയിട്ടല്ല, കയ്യിലാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ് എന്നാണ്. ചോദ്യത്തിൻ്റെ മർമ്മം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് മാസം കാണുകയോ ചന്ദ്രൻ ഉദിച്ചു എന്ന് ശരിയായി ശാസ്ത്രീയമായി വിവരം കിട്ടുകയോ ചെയ്താൽ അവിടെ മുതലാണ് പുതിയ ചന്ദ്രമാസം തുടങ്ങുക എന്നും അവിടെ മുതലാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് എന്നും ഒരു വാദം കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ന്യൂ മൂൺ, ബ്ലൂ മൂൺ എന്നൊക്കെ പേരിട്ട് ലോകത്തെവിടെയെങ്കിലും ചന്ദ്രപ്പിറവി, പുതിയ ചന്ദ്രപ്പിറവി ഉണ്ടായി എന്ന് നമ്മൾ കാണേണ്ടതില്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ അവിടെ ആ ചന്ദ്രമാസം തുടങ്ങുന്നു. അപ്പോൾ ചന്ദ്രമാസം തുടങ്ങുമ്പോഴാണ് നോമ്പ് തുടങ്ങേണ്ടത് എന്നതിനാൽ അത് പകലാണെങ്കിൽ പകൽ ദിവസം തുടങ്ങുന്നു. അത് വൈകുന്നേരമാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ ആണ് ദിവസം തുടങ്ങുക എന്നൊരു വാദം ഇവിടെ നിലനിൽക്കുന്നു. ഈ ഹിജ്റ ഹിലാൽ കമ്മിറ്റിക്കാരുടെ ഒരു വാദമാണത്. സത്യത്തിൽ ആ നിലപാട് എന്തോ ആവട്ടെ, നമ്മളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില വചനങ്ങൾ അതെന്താണ്? ഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. നിങ്ങൾ ചന്ദ്രപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് തുടങ്ങണം. നിങ്ങൾ ചന്ദ്രപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും വേണം. ഫൈൻ ഉമ്മിയ എന്ന റിപ്പോർട്ടിൽ, ഫൈൻ ഉഗ്മിയ എന്ന് വേറെ റിപ്പോർട്ടിൽ, ഫൈൻ ഗുബ്ബിയ എന്ന് മൂന്നാമത്തെ റിപ്പോർട്ട്. മൂന്നിൻ്റെയും അർത്ഥം നിങ്ങൾക്കത് കാണാൻ സാധിക്കാതെ മറഞ്ഞുപോയാൽ എന്നാണ്. അപ്പൊ നിങ്ങൾ ശഅബാൻ 30 കണക്കൂട്ടണം. ആ 3 വാക്കുണ്ടല്ലോ, ഉമ്മിയ, ഉഗ്മിയ, ഗുബ്ബിയ എന്നീ 3 വാക്കുകളിലുണ്ട് ചന്ദ്രൻ ആകാശത്തുണ്ട്, പക്ഷെ നിങ്ങളുടെ കാഴ്ചയിൽ നിന്നത് മറഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചേക്കാണ്. ആ വാദക്കാരുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയാണ്, ഇല്ലാത്തൊരു സാധനം മറയൂല എന്ന് ഉറപ്പല്ലേ? അല്ലേ? നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോൽക്കണം,
നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മുറിക്കണം, നിങ്ങൾക്കത് കാണാതെ മറഞ്ഞു പോയാൽ. അപ്പൊ സാധനം അവിടെ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? അപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നത് നമ്മുടെ വിഷയമല്ല. പിന്നെ ഒരു റിപ്പോർട്ടിൽ വരുന്നത് ഇന്ന ഉമ്മത്തുല്ലായസിബു, ഞങ്ങൾക്ക് കണക്കൊന്നും കൂട്ടാൻ വയ്ക്കൂല, അതുകൊണ്ട് കണ്ടാണ് നോറ്റാൽ മതി. ഇപ്പൊ നമുക്ക് കണക്ക് കൂട്ടാൻ അറിയാലോ. മോമിനീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ അറിയോ? ദുനിയാവിൽ ഏറ്റവും വലിയ കാൽക്കുലേറ്റർ ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ദുനിയാവിൽ ഏറ്റവും വിശ്വസ്തമായ വാർത്താവിനിമയ സംവിധാനം ഉപയോഗിച്ച ആളുടെ പേര് ചോദിച്ച എന്താ മറുപടി? ഞാൻ ഉറച്ചു പറയും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ വാർത്താവിനിമയത്തിന്റെ റിപ്പോർട്ടർ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഉമ്മത്തിന്റെ മതവിശ്വാസത്തിൽപ്പെട്ട ആരാധനകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേരിയ പോറൽ പോലും ഏൽക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രവാചകന് ഇട കൊടുക്കൂല. കൊടുക്കോ? നമുക്ക് കമ്പ്യൂട്ടർ വേണം, ഇതത് ഉദിപ്പിക്കുന്ന ആളാണ്, ആളെ പറഞ്ഞുകൊണ്ടത് റൂഹുൽ അമീൻ, അല്ലെ? മുതാഇൻ സമ്മ അമീൻ. ഇത്രയും മികച്ച ഒരു വാർത്താവിനിമയോപാധി, ഇത്രയും മെച്ചപ്പെട്ട ഒരു ടെലസ്കോപ്പ്, ഇത്രയും മെച്ചപ്പെട്ട ഒരു ഹബ്ബിള്, ഇത്രയും മെച്ചപ്പെട്ട ഒരു കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ അതിനു മുമ്പുമില്ല, അതിന് ശേഷവുമില്ല, അല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ നടത്തുന്നു, അല്ലേ? തിരിച്ച് മക്കയിൽ വന്ന് ഞാൻ ഇന്നലെ ബൈത്തുൽ മഖ്ദിസിൽ പോയി, ആകാശത്ത് പോയി എന്ന് പറയുന്നു. ആർത്തട്ടഹസിച്ച മക്കക്കാർ ഉയർത്തിയ പല ചോദ്യങ്ങളിൽ ഒന്ന്, എങ്കിൽ മസ്ജിദുൽ അഖ്സക്ക് തൂണുകൾ എത്രയുണ്ട് എന്നാ. നിങ്ങൾ കിതാബ് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മസ്ജിദുൽ അഖ്സക്ക് തൂണുകൾ എത്രയുണ്ട്. ചോദ്യം കേട്ട ഉമർ റളിയല്ലാഹു അൻഹു 30 വയസ്സായി 35 വയസ്സായിട്ടുള്ളെങ്കിലും തല താത്തി ശ്വാസം പിടിച്ചിങ്ങനെ നിന്ന്. കണ്ടറിയൂ, അദ്ദേഹം ജീവിതത്തിൽ എത്രയോ തവണ കണ്ടതാണ് ആ കെട്ടിടം, പക്ഷേ അത് എണ്ണി തീർക്കാൻ സാധിച്ചിട്ടില്ലത്രേ അതിൻ്റെ തൂണ്. അങ്ങനെയാണല്ലോ അതിൻ്റെ നിർമ്മിതി. ഒരു രാത്രിയിൽ കണ്ണിമ തുറക്കുന്നതിന് മുമ്പ് അവിടെ പോയി വന്നു എന്ന് പറയുന്ന ഒരാൾക്ക് അതിൻ്റെ തൂണ് എണ്ണാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പോയി പറഞ്ഞെല്ലാവരും. പക്ഷേ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പേ റസൂൽ ആ എണ്ണം പറഞ്ഞു. ചോദ്യം ചോദിച്ച മക്കാ മുശ്രിക്കുകൾ മലച്ചുപോയി. ആളൊഴിഞ്ഞതിന് ശേഷം മൃഗത്താവ് ചോദിച്ച് എങ്ങനെ അത് സാധിച്ചു? ജിബ്രീൽ വന്ന് പറഞ്ഞു തന്നു എന്നാ പറഞ്ഞു. ആ വാർത്താവിനിമയ ഉപകരണം ഇവിടെ ഉണ്ടായിട്ടാ ഇവർ ഈ കളി കളിക്കുന്നത്. ഇനിയാണ് ചോദ്യത്തിന്റെ മർമ്മം. നമ്മൾ മാസപ്പിറവി കാണുന്നത് വൈകുന്നേരമാണ്, ഉറപ്പല്ലേ? അതുകൊണ്ട് നമ്മളുടെ മാസം തുടങ്ങുന്നത് എപ്പോഴാണ്? ചന്ദ്രപ്പിറവി ഉണ്ടാകുമ്പോൾ മുതലാണ്, വൈകുന്നേരം മുതലാണ് എന്നർത്ഥം. അപ്പോൾ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ദിവസത്തിൽ ആദ്യം വരുന്നത് രാത്രിയാണ്, പിന്നെയാണ് പകൽ. അതുകൊണ്ടാണ് 27 ആദ്യവും 27 നോമ്പ് പിന്നെയും, അല്ലേ? തറാവീഹ് ആദ്യവും നോമ്പ് പിന്നെയും വരുന്നത് രാത്രി ആദ്യം വരുന്നതുകൊണ്ടാണ്. അത് ഇസ്ലാം ഒരു പൊട്ടമ്മതായതുകൊണ്ടല്ല. ഇസ്ലാം യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണുകയും ആ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാകുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്ന മതവും ആദർശവും പോളിസിയുമായതുകൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. ഇസ്ലാമിക കലണ്ടർ പ്രകാരം, ഇസ്ലാമിക വിശ്വാസപ്രകാരം നമുക്ക് ദിവസം തുടങ്ങുന്നത് ചന്ദ്രപ്പിറവി ഉണ്ടാകുന്നത് മുതലാണ് എന്ന് മനസ്സിലാക്കിയാൽ വിഷയം വളരെ എളുപ്പമായി. അള്ളാഹു നമ്മളെ സത്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ, മനസ്സിലായ സത്യം അതുപ്രകാരത്തിൽ ജീവിതത്തിൽ പുലർത്താൻ തൗഫീഖ് ചെയ്ത് നൽകുമാറാവട്ടെ.